ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 14, പേജ് നമ്പർ 677. സർവതഃ പാണിപാദം തത്സർവതോക്ഷിശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. പദാനുപദം. സർവതഃ എല്ലായിടത്തും, പാണിപാദം കരചരണങ്ങളോടും, സർവതഃ എല്ലായിടത്തും, അക്ഷിശിരോമുഖം അക്ഷികൾ ശിരസുകൾ ഇവയോടും, സർവതഃ എല്ലായിടത്തും, ശ്രുതിമത് ചെവികളോടും കൂടിയ, തത് അത്, ലോകേ ലോകത്തിൽ, സർവം സർവത്തെയും, ആവൃത്യ ആവരണം ചെയ്തിട്ട്, തിഷ്ഠതി സ്ഥിതി ചെയ്യുന്നു. വിവർത്തനം. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. ഭാവാർത്ഥം. എണ്ണമറ്റ രശ്മികൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെപ്പോലെയാണ് പരമാത്മാവ് അഥവാ പരമദിവ്യോത്തമ പുരുഷൻ. സർവവ്യാപ്തമായ രൂപത്തിൽ അദ്ദേഹം നിലകൊള്ളുന്നു. സകല ജീവജാലങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. ആദിമഹാഗുരുവായ ബ്രഹ്മാവ് മുതൽ കൊച്ചുറുമ്പ് വരെയുള്ള എല്ലാ വ്യക്തിഗത ജീവസത്തകളും ഭഗവച്ച ശരീരത്തിൽ വാഴുന്നുണ്ട്. അതുകൊണ്ട് എണ്ണമറ്റ കൈകളും കാലുകളും നേത്രങ്ങളും അസംഖ്യം ജീവികളും പരമാത്മാവിൻ്റെ ഈ ശരീരത്തിൽ നിലകൊള്ളുന്നു. ഈ പരമാത്മാവ് സർവവ്യാപിയുമാണ്. വ്യക്തിഗത ജീവാത്മാവിന് എല്ലായിടത്തും കൈകാലുകളോ കണ്ണുകളോ ഉണ്ടെന്ന് പറയാനാവില്ല. അത് സാധ്യവുമല്ല. തൻ്റെ കൈകാലുകൾ എങ്ങും വ്യാപിച്ചിട്ടുണ്ടെന്നും അജ്ഞാനം കൊണ്ടാണ് തനിക്കറിയാത്തതെന്നും യഥാർത്ഥ ജ്ഞാനമുദിച്ചാൽ അത് ബോധ്യപ്പെടുമെന്നുമാണ് ജീവൻ ഓർക്കുന്നതെങ്കിൽ ആ ധാരണ മഹാ അബദ്ധം തന്നെ. വ്യക്തിഗതനായ ആത്മാവ് ഭൗതിക പ്രകൃതിയുടെ പരിമിതികളാൽ ബദ്ധനാകയാൽ പരമോത്കൃഷ്ടനല്ല. ഭഗവാൻ ഈ ജീവനിൽ നിന്ന് വ്യത്യസ്തനാണ്. ഭഗവാന് തൻ്റെ കൈ സീമാതീതമായി നീട്ടാം. വ്യക്തിഗത ജീവാത്മാവിന് ആ കഴിവില്ലതാനും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, തനിക്ക് ആരെങ്കിലും ഒരു പൂവോ ഫലമോ കുറച്ച് വെള്ളമോ തന്നാൽ ഞാനത് സ്വീകരിക്കുമെന്ന്. ഭഗവാൻ അതിദൂരസ്ഥനാണെങ്കിൽ
ഇതെങ്ങനെ സാധ്യമാവും? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്വന്തം ധാമത്തിലിരുന്നു കൊണ്ട് തന്നെ ഭക്തന്റെ ഉപഹാരം അവിടുന്ന് സ്വീകരിക്കും. ഇതാണ് പരമപുരുഷന്റെ സർവശക്തിത്വം. ഗോലോക ഏവ നിവസത്യഖിലാത്മഭൂതഃ എന്നാണല്ലോ ബ്രഹ്മസംഹിത 5:37 പറയുന്നത്. തൻ്റെതായ ദിവ്യഗ്രഹത്തിൽ സദാ വിഹരിച്ചു കൊണ്ടിരിക്കെ തന്നെ സർവവ്യാപിയുമാണദ്ദേഹം. ഈ സർവവ്യാപിത്വം വ്യക്തിഗത ജീവാത്മാവിനവകാശപ്പെടാനാവുന്നതല്ല. തന്മൂലം ഈ ശ്ലോകം നിർദ്ദേശിക്കുന്നത് വ്യക്തിഗത ജീവാത്മാവിനെയല്ല, പരമാത്മാവായ ഭഗവാനെയാണ്. ഹരേ കൃഷ്ണ.